തിരുവോണം എന്നത് ഒരു സന്തോഷം നിറഞ്ഞ സുദിനമാണ്. പണ്ട് രാവിലെ കുളി കഴിഞ്ഞ് പൂ പറിക്കാൻ ഇറങ്ങും. ജമന്തി, ചെമ്പരത്തി, അരിപ്പൂ, ചെണ്ടുമല്ലി, ചെത്തി, തുമ്പ, മുക്കൂറ്റി, തുളസി ഇവയൊക്കെ ശേഖരിക്കും. നടുമുറ്റം വൃത്തിയാക്കി അവിടെയാണ് ഞങ്ങൾ പൂക്കളമിടുന്നത്. അത്തപ്പൂവിടിയിൽ കഴിയുമ്പോൾ കാപ്പി കുടിക്കാനിരിക്കും. എന്താ അമ്മേ സ്പെഷ്യൽ? ചെറുപയർ പുഴുങ്ങിയതും പപ്പടവും അമ്മ പറയും. അത് കഴിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ അടുത്തുള്ള കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് തുള്ളി ചാടി പോകും. എന്തിനാന്നോ? അവിടെ വലിയ ഒരു കശുമാവിൻ കൊമ്പത്ത് വടം കൊണ്ട് കെട്ടിയ ഊഞ്ഞാൽ. അതിനു ചുറ്റും കൂട്ടുകാർ ഊഴം കാത്തു നിൽക്കും ഊഞ്ഞാലാടാൻ. കയ്യിൽ തഴമ്പാകുന്നതുവരെ അവിടെ ഇരുന്ന് ഊഞ്ഞാലാടും. ഉയരത്തിൽ ആടി വരുമ്പോൾ നല്ല പേടിയാണ്. പിന്നെ പതുക്കെ അതിൽ നിന്നിറങ്ങും. ഉച്ചയാകുമ്പോഴേക്കും അമ്മയുടെ വിളി. അച്ഛൻ തൂശനില വെട്ടിവയ്ക്കും. എല്ലാവരും കൂടി വട്ടത്തിലിരുന്നൊരു ഓണസദ്യ. അന്നും അച്ഛൻ്റെ ഒരു ഉരുള ഞങ്ങൾക്ക് ഫ്രീ ആണ്. ഊണ് കഴിഞ്ഞ് ഒരു വീട്ടിലെങ്കിലും പോകണമെന്നാണ്, അല്ലെങ്കിൽ ചിരവയായി ഒരു മൂലക്കിരിക്കുമെന്നാണ് പറയാറ്. അങ്ങനെ ചിരവയാകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് തന്നെ പോകും. തിരുവോണത്തിന് അമ്മ വീട്ടിലൊന്നും പോകില്ല. എന്താന്നല്ലേ, അന്ന് ക്ലബിൻ്റെ ഓണാഘോഷമുണ്ട്. അതിൽ ഞങ്ങളുടെ ചേട്ടനുമുണ്ട്. ചേട്ടൻ്റെയും കൂട്ടുകാരുടെയും വക നാടകവുമുണ്ട്. പിന്നെ ഞങ്ങൾ കൂട്ടുകാരുടെ തിരുവാതിരയും ഉണ്ട് കേട്ടോ. ഉച്ച കഴിയുമ്പോഴേക്കും വല്യമ്മച്ചി വരും. അത്താഴം ഞങ്ങളുടെ വീട്ടിൽ. അതിൽ ഞങ്ങളുടെ ചേട്ടനുമുണ്ട്. ചേട്ടൻ്റെയും കൂട്ടുകാരുടെയും വക നാടകമുണ്ട്. പിന്നെ ഞങ്ങൾ കൂട്ടുകാരുടെ തിരുവാതിരയുമുണ്ട് കേട്ടോ. ഞങ്ങൾ ഓണപ്പരിപാടി കാണാൻ പോകുന്നത് വല്യമ്മച്ചിയെ കൂട്ടിയാണ്. തുമ്പിതുള്ളൽ കാണാൻ പോകുമ്പോൾ വല്യമ്മച്ചിയും കൂടെ വരും. എല്ലാവരും വട്ടത്തിലിരുന്ന് തുമ്പി നടുക്കിരിക്കും. പൂവ് പോരാഞ്ഞോ, പൂക്കുല പോരാഞ്ഞോ, എന്തേ തുമ്പി തുള്ളാത്തെ എന്നുള്ള പാട്ട് പകുതിയാകുമ്പോഴേക്കും അതിൻ്റെ കൊട്ടിനനുസരിച്ച് തുമ്പി ഇരുന്നുറഞ്ഞു തുള്ളും. ആൾക്കാരുടെ ദേഹത്തേക്ക് വീഴും. എനിക്കും ഒരു രസം, ഒന്ന് തുമ്പിയായാലോ. അങ്ങനെ ഞാൻ എന്ന തുമ്പി നടുക്കിരുന്നു. പാട്ട് പാടി തീർന്നിട്ടും തുമ്പി അവിടെ തുള്ളാതെ ഇരുന്നു. അത് കണ്ടു നിന്നവർക്കൊക്കെ തുള്ളൽ വന്നു. ഞാൻ കളത്തിൽ നിന്നിറങ്ങി. ഇപ്പോൾ ഇതൊക്കെ ഓർക്കുമ്പോൾ ഒരു ചമ്മൽ. ഓണക്കാലം പലതും നമ്മെ ഓർമ്മിപ്പിക്കുകയും ഒത്തൊരുമയിൽ ഒന്നിച്ചിരുന്ന് ഓണസദ്യ കഴിക്കുകയും ചെയ്യുന്ന ഒരു സുവർണ നിമിഷങ്ങൾ തന്നെയാണ്. ഇന്നലെ മഴയായിരുന്നുവെങ്കിൽ ഇന്ന് പൂക്കളമിടാൻ സമ്മതിക്കാതെ കാറ്റും. കുറേ പൂവൊക്കെ പറിക്കണമെന്ന് വിചാരിച്ചെങ്കിലും പൂക്കൾ മുഴുവനും പറിച്ചെടുക്കാൻ തോന്നിയില്ല. എങ്കിലും കുറച്ച് പൂക്കൾ പറിച്ചു. ഉദ്ദേശിച്ച പൂക്കളമൊന്നും ആയിരുന്നില്ല ഇട്ടുവന്നപ്പോൾ.